അനുഗ്രഹമാകുവാനിടയായി തീരുവെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും ജീവിതത്തിൽ നിരാശരായി കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ, വേദനയോടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ, കണ്ണുനീരിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ, ഒരുപക്ഷെ തലമുറയുടെ ആ വഴിവിട്ട ജീവിതം നിമിത്തം ആ ഭാരത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ, മദ്യപാനം നിമിത്തം ഭാരപ്പെടുന്ന ഭർത്താവുണ്ടെങ്കിൽ, വേദനയോട് കഴിയുന്ന ഭാര്യമാരുണ്ടെങ്കിൽ, സഹോദരങ്ങളുണ്ടെങ്കിൽ, എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, മദ്യപാനികളെ വിടുവിച്ചെടുക്കുവാൻ, ജീവിതത്തിൽ സമാധാനമില്ലാത്ത പ്രിയപ്പെട്ടവർക്ക് സമാധാനമേകുവാൻ കഴിയുന്ന ഒരു നല്ല കർത്താവ്, ആ യേശുവിനെയാണ് ഞങ്ങൾ ഇവിടെ ഉയർത്തി കാണിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു നാളിൽ ജീവിതം സമാധാനമില്ലാതെ ആ സിനിമാശാലകളിൽ അഭയം പ്രാപിച്ച സാഹചര്യങ്ങളുണ്ട്. അല്പം മദ്യമൊക്കെ ഉപയോഗിച്ച സാഹചര്യങ്ങൾ, ജീവിതത്തിൽ സുഖത്തിന് വേണ്ടി ഓടിയ അലഞ്ഞ സാഹചര്യങ്ങളുണ്ട്. അവിടെ നിന്നൊന്നും സുഖം നേടുവാൻ, ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ, സമാധാനം എത്തുവാൻ കഴിയാതിരുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുത്തുവാനിടയായി, ഞങ്ങളെ സമാധാനത്തിലേക്ക് അയക്കുവാനിടയായി. ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഈ നിത്യദൈവത്തെ നാം കണ്ടെത്തിയാൽ ആ ദൈവത്തോടുകൂടെ നിത്യയുഗം വാഴുവാൻ ഇടയായിത്തീരും. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് പറയുവാനിടയായി. യേശു പറഞ്ഞു, എന്റെ അടുക്കൽ വരുന്നവൻ സമൃദ്ധിയായി ജീവൻ നൽകുവാനാണ് യേശു ലോകത്തിലേക്ക് വന്നത്. യേശു ലോകത്തിൽ വന്ന യേശുവിന്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ യേശുവിനെ അനുധാവനം ചെയ്ത ഒട്ടനവധി പ്രിയപ്പെട്ടവർ യേശുവിൽ നിന്ന് അനുഗ്രഹങ്ങൾ, നന്മകൾ പ്രാപിക്കുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏത് തുറയിൽപ്പെട്ട പ്രിയപ്പെട്ടവനായാലും, ഏത് വർഗത്തിൽപ്പെട്ട പ്രിയപ്പെട്ടവനായാലും, ഏത് കളറിൽപ്പെട്ട പ്രിയപ്പെട്ടവനായാലും, ഏത് മതത്തിൽപ്പെട്ട പ്രിയപ്പെട്ടവനായാലും, അവരെ വിടുവിക്കുവാൻ വേണ്ടിയാണ് സർവേശ്വരൻ ഈ ലോകത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നത്. ജാതിയെന്ന് വിജാതിയെന്ന ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു ദൈവം. നമുക്കറിയാം, ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതിന് തെളിവാണ്. നമുക്കറിയാം, ഇവിടെ ഈ അന്തരീക്ഷത്തിലേക്ക് നോക്കിയാൽ നല്ല പ്രകാശം നമുക്ക് ലഭിക്കുവാനിടയായി തീരും. നമുക്കറിയാം, നാം ശ്വസിക്കുന്ന വായു സൗജന്യമായി നമുക്ക് ലഭിക്കുവാനിടയായി തീർന്നു. നമുക്കറിയാം, പാലക്കാടിന്റെ മണ്ണിൽ ആ വെള്ളത്തിന് അല്പം പ്രയാസമുണ്ട് എങ്കിലും ധാരാളം വെള്ളം നമുക്ക് യഥേഷ്ടം കുടിക്കത്തക്ക വിധത്തിൽ നമുക്കറിയാം, 1 മാസം 1-2 മാസം മുമ്പ് ശക്തമേറിയ മഴ നമുക്ക് ലഭിക്കുവാനിടയായി തീർന്നു. ഇതൊക്കെ നൽകുന്നത് സർവേശ്വരനായ ദൈവമാണ്. ഇതൊക്കെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. ഈ കാണുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അവന്റെ വാക്കുകൾ കൊണ്ട് സൃഷ്ടിച്ച ദൈവം മനുഷ്യനെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അവനെ സൃഷ്ടിക്കുകയല്ല ചെയ്തത്. അവനെ ഭൂമിയിലെ പൊടിയെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി മനുഷ്യനെ ദൈവത്തിന്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിനും അവനെ സൃഷ്ടിച്ചു എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കുന്നു. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത് സർവേശ്വരനാണ്. ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നമ്മെ കരുതുവാൻ, നമ്മെ പുലർത്തുവാൻ കഴിയുന്ന ഒരു ദൈവമാണ്. ഒരുപക്ഷെ ആരോടും നമ്മുടെ സങ്കടങ്ങൾ ഇറക്കി വെക്കുവാൻ, നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ലേ എന്ന് കേടുന്ന ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സായാഹ്ന വേളയിൽ പറയട്ടെ, നമ്മുടെ ശബ്ദം കേൾക്കുവാൻ, നമ്മുടെ കരച്ചിൽ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്കറിയാം, ഈ ലോകത്തിൽ ഈ കാണുന്ന എല്ലാത്തിനെയും വീക്ഷിക്കുകയും കാണുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവം ഒരുപക്ഷെ എന്നെ കാണുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ, എന്നെ അറിയുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ, നമ്മുടെ പേരും ഞാനും നിങ്ങളുമായിരിക്കുന്ന പശ്ചാത്തലവും നല്ലവണ്ണം അറിയാവുന്നവനാണ് സർവശക്തനായ ദൈവം. ഒരിക്കൽ ഗിദെയോനോട് പറയുവാനിടയായി, നിന്റെ അപ്പന്റെ ഇളയ കാളയായിരിക്കുന്ന 2ാമത്തെ കാള, ആ കാളയുടെ വയസ്സ് വരെ സർവശക്തനായ ദൈവം ഗിദെയോനോട് പറയുവാനിടയായി. ആ 2ാമത്തെ കാളയുടെ പ്രായം 7 വയസ്സെന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ സർവശക്തനായ ദൈവം നമ്മുടെ പേരിന് നാം ഭവനത്തിൽ വളർത്തുന്ന മൃഗത്തിന്റെ പ്രായം അറിയാമെങ്കിൽ, ദൈവത്തെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സൃഷ്ടിയാകുന്ന മനുഷ്യരെ ഒരുപക്ഷെ നമ്മെ എത്രമാത്രം അറിയുവാനിടയായി തീരും. നാം ഒരുപക്ഷെ
നാം യൗവനക്കാരനായിരുന്നു, യൗവനക്കാരത്തിയായിരുന്നു, വാർദ്ധക്യത്തിലെത്തി ഒരുപക്ഷെ 80, 70, 60 വയസ്സായിരിക്കാം. നമ്മുടെ പേര് വരെ അറിയാവുന്നവനാണ് സർവശക്തനായ ദൈവം. ഒരുപക്ഷെ ഈ പഞ്ചായത്തിലുള്ള പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും, പഞ്ചായത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരുപക്ഷെ നമ്മുടെ പേരുകളെല്ലാം അവരോട് ചോദിച്ചാൽ അവർക്ക് പറയുവാൻ കഴിയത്തില്ല. 1, 2 പ്രിയപ്പെട്ടവരുടെ പേര് അവർക്ക് വെളിപ്പെടുത്തുവാൻ കഴിയുമെങ്കിലും ഞാൻ പറയട്ടെ, ലോകത്തിലെ സകല മനുഷ്യന്റെയും പേരുകൾ അറിയാവുന്ന, അവർ പാർക്കുന്ന ഇടം എവിടെയാണെന്ന് അറിയുന്ന, അവരുടെ ക്ഷീണം അറിയാവുന്ന, അവരുടെ ദാഹം അറിയാവുന്ന, അവരുടെ കണ്ണുനീരറിയാവുന്ന ഒരുവനുണ്ടെങ്കിൽ അത് സർവശക്തനായ ദൈവമാണ്. ഒരിക്കൽ യേശു പുരുഷാരവുമായി കടന്നു പോകുമ്പോൾ പുരുഷാരത്തിന്റെ ഇടയിലൂടെ ചുങ്കം പിരിവുകാരനായിരുന്ന അവരുടെ നേതാവായിരിക്കുന്ന പ്രിയപ്പെട്ടവൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ വേണ്ടി അവൻ അന്വേഷിക്കുവാനിടയായി. തിരുവചനം പറയുന്നത് എങ്ങനെയാണ്? അവനോടി ഒരു കാട്ടത്തിയുടെ മരമുകളിൽ കയറുവാനിടയായി. യേശു അതുവഴിയായി കടന്നുപോയി. യേശു അവനെ വിളിക്കുന്നത്, സക്കായിയേ, വേഗം നീ ഇറങ്ങി വാ എന്ന് അവനെ വിളിക്കുവാനിടയായി. അങ്ങനെയെങ്കിൽ പ്രിയ മാതാവേ, നമ്മുടെ പേര് നല്ലവണ്ണം അറിയാം. ഒരുപക്ഷെ നമ്മുടെ പേര് രഘു എന്നാണോ, മോഹനൻ എന്നാണോ, ഒരുപക്ഷെ ചാക്കോ എന്നാണോ, ഒരുപക്ഷെ യൂസഫ് എന്നാണോ, ഏത് പേരായാലും അവന് നല്ലവണ്ണം നമ്മുടെ പേരറിയാം. നമ്മുടെ പേര് നല്ലവണ്ണം കല്യാണി എന്നോ, അമ്മണി എന്നോ, ശോശാക്കുട്ടി എന്നോ, ഏതായാലും ഇതെല്ലാം നല്ലവണ്ണം അറിയുന്ന ഒരു സർവശക്തനായ ദൈവത്തെയാണ് ഈ സായാഹ്ന വേളയിൽ ഞങ്ങൾ ഇവിടെ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ സായാഹ്ന വേളയിൽ ഓർക്കണം, എന്നെ ആരും അറിയുന്നില്ല, എന്നെ ആരും കരുതുന്നില്ല, എന്നെ ആർക്കും വേണ്ട എന്ന ഭാരത്തോടെയാണെങ്കിൽ നമ്മെ സൃഷ്ടിച്ച ഒരുവന് നമ്മെ ആവശ്യമാണ്. നമ്മെ ഉരുവാക്കിയ, നമ്മെ സൃഷ്ടിച്ച, നമുക്ക് ജീവൻ തന്ന, നമുക്ക് ഈ ജീവൻ നിലനിർത്തുവാൻ നമുക്ക് വായു തന്ന, നമ്മെ ജീവനോടെ ദേശത്ത് നിർത്തിയ സർവശക്തനായ ദൈവത്തിന് നമ്മെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ സായാഹ്ന വേളയിൽ ആരെങ്കിലും അങ്ങനെ ഭാരത്തോടെ ആയിരിക്കുന്നെങ്കിൽ, നിരാശയോടെ ആയിരിക്കുന്നെങ്കിൽ, വേദനയോടെ ആയിരിക്കുന്നെങ്കിൽ, സകലതും അറിയാവുന്ന സർവശക്തനായ ദൈവം. മറ്റൊന്ന്, ഒരിക്കൽ പത്രോസ് എന്ന് പറയുന്ന ശിഷ്യനായിരിക്കുന്ന പ്രിയപ്പെട്ടവൻ ചുങ്കം കൊടുക്കേണ്ടതിന് വേണ്ടി പ്രിയപ്പെട്ടവർ തന്റെ അടുക്കൽ വരുവാനിടയായി. യേശുവിനോട് പറഞ്ഞു, യേശു പത്രോസുമായി സംസാരിക്കുമ്പോൾ ചുങ്കം കൊടുക്കുന്ന, കരം കൊടുക്കുന്ന കാര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ യേശു പത്രോസിനോട് പറഞ്ഞു, നീ ചൂണ്ടൽ കൊണ്ടുപോയി ഇട്ട് ആഴിയുടെ ആഴത്തിലൂടെ കടന്നു പോകുന്ന ആ മീൻ ആ ചൂണ്ടലിൽ കിട്ടുമ്പോൾ അതിന്റെ വായിൽ ചതുർദ്രഹ്മ പണം കിട്ടും, അത് എനിക്കും നിനക്കുമായി പണമടയ്ക്കുക എന്ന് പറയുവാനിടയായി. ആഴിയുടെ ആഴങ്ങളിലൂടെ കടന്നു പോകുന്ന മത്സ്യത്തിന്റെ വയറ്റിൽ ചതുർദ്രഹ്മപ്പണം ആ റോമൻ ഗവൺമെന്റിന് വേണ്ടി അടയ്ക്കുവാനുള്ള നികുതി പണം അതിലുണ്ടെന്ന് സർവശക്തനായ ദൈവം കണ്ടെങ്കിൽ, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ഓർപ്പിക്കുന്നു, യേശുവിന് നമ്മുടെ ഭവനത്തിൽ വളർത്തുന്ന മൃഗത്തിന്റെ വയസ്സറിയാം. ദൈവത്തിന് നമ്മുടെ പേരറിയാം. നമ്മുടെ പ്രതിസന്ധി, ഞാനും നിങ്ങളും ഏതൊക്കെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊക്കെ വളരെ നല്ലവണ്ണം അറിയാം. മറ്റൊരിക്കൽ യേശു ദൈവാലയത്തിൽ കടന്നു പോകുമ്പോൾ ദൈവാലയത്തിൽ വഴിപാടിടുന്ന സാഹചര്യത്തിൽ യേശു അവിടെ ആ പ്രിയപ്പെട്ടവരെ വീക്ഷിക്കുമ്പോൾ ഒരു വിധവയായ സ്ത്രീ 2 കാശ് താനിടുന്നു. തനിക്ക് ഉള്ളതൊക്കെയും അവൾ ആ പെട്ടിയിൽ നിന്ന് നിക്ഷേപിക്കുവാനിടയായി. എന്നാൽ ധനവാന്മാരുണ്ട്, ഉന്നതന്മാരായ പ്രിയപ്പെട്ടവരുണ്ട്. അവരവരുടെ സമൃദ്ധിയിലിട്ടപ്പോൾ ആ ദരിദ്രയായ സ്ത്രീ തനിക്കുള്ളതൊക്കെയും ആ പാത്രത്തിൽ നിക്ഷേപിക്കുവാനിടയായി.
അങ്ങനെയെങ്കിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തിനു വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ വിവരിക്കുവാനിടയായി തീർന്നത്? ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയാത്ത ഒരു ഇടമില്ല, ഒരു സാഹചര്യമില്ല. ഒരു ഇടത്തും ഏതൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിത്വങ്ങളെയും സഹായിപ്പാൻ കഴിവുള്ള ഒരു നല്ല ദൈവത്തെയാണ് ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നത്. അതുകൊണ്ട് ഈ ദൈവം നമ്മുടെ ദൈവമാണ്. ഈ ദൈവത്തിന് അസാധ്യമായത് ഒരു കാര്യമില്ല. ഈ ദൈവത്തിന് നമുക്ക് ബുദ്ധി നൽകുവാൻ കഴിയും. ലോകത്തിന്റെ ജ്ഞാനികളിൽ ജ്ഞാനിയായി ശലോമോനെ കുറിച്ച് പറയുന്നു. അവൻ യുദ്ധത്തിന് ഇസ്രായേൽ ജനത്തെ നയിക്കേണ്ടതിനു വേണ്ടി ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ആ ശൗലിന് ശേഷം ദാവീദിനെ ദൈവം തെരഞ്ഞെടുത്തു. ദാവീദിന് ശേഷം ശൗലിനെ തെരഞ്ഞെടുത്തു. ആ ശൗലിനെ കുറിച്ച് ശലോമോനെ കുറിച്ച് വിശുദ്ധ തിരുവെഴുത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? തന്നോട് ദൈവത്തോട് ചോദിക്കുന്നത് നിനക്ക് തരാമെന്ന് ദൈവം വാഗ്ദാനം ചെയ്യുവാനിടയായി. എന്നാൽ താൻ ദൈവത്തോട് ചോദിച്ചത്, ദൈവമേ എനിക്ക് ജ്ഞാനം